ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 5LLB 3LLB കാൻഡിഡേറ്റ്സ് ഒക്കെ ഉഷാറായിട്ട് പഠിക്കുന്നില്ലേ? നമുക്ക് അടിക്കണ്ടേ, നമുക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് നമുക്ക് അടിക്കണ്ടേ? അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചോ നമുക്ക്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലൂടെ ക്ലീ 2025 പ്രിപ്പയർ ചെയ്യുന്ന 3-year LLB 5-year LLB സ്റ്റുഡൻസിന് വേണ്ടി ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടി നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ 26 മുതൽ മെയ് 3 വരെ ആയിരുന്നു ഫസ്റ്റ് വീക്ക്ലി സ്റ്റഡി പ്ലാൻ പാർട്ട് 1 വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് എത്ര നേരം പഠിക്കണം, എന്നെ ദിവസങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് നോക്കണം എന്നൊക്കെ ഞാൻ അതിൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡി പ്ലാൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ പാർട്ട് 1 വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഈ പാർട്ട് 2 വീഡിയോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. പക്ഷേ നമ്മുടെ സ്റ്റുഡിയോ റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും. ഞാനപ്പോൾ ഇന്നലെ ഞാൻ കൃത്യമായിട്ട് ടെലഗ്രാം ചാനലിൽ ഞാൻ വീക്ക്ലി സ്റ്റഡി പ്ലാൻ അതായത് മെയ് 4 മുതൽ മെയ് 10 വരെയുള്ള വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഞാൻ ടോപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഞാൻ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാൻ പാർട്ട് 2 വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പാർട്ട് 2 വീഡിയോ മെയ് 4 മുതൽ മെയ് 10 വരെയാണ് ഇതിൻ്റെ പീരീഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ട് 3 വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെയ് 4 മുതൽ മെയ് 10 വരെ. അപ്പോൾ ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെയുള്ള പാർട്ട് 1 വീഡിയോയിൽ ഞാൻ 4.5 മണിക്കൂറാണ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറഞ്ഞത്. ഡെയിലി 4.5 മണിക്കൂർ. അതിൽ ഓരോ സബ്ജക്റ്റിന് സെപ്പറേറ്റ് ടൈം, റിവിഷൻ ചെയ്യാൻ ടൈം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം, ഇതൊക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 4.5 മണിക്കൂറാണ് നിങ്ങൾ പാർട്ട് 1 വീഡിയോയിൽ, അതായത് ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെ പഠിച്ചത്. ഇനി എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ കൂട്ടിക്കൂടെ ഇല്ലേ? എക്സാമൊക്കെ ആവാറായി. ഒരു അരമണിക്കൂർ 5 മണിക്കൂർ പഠിച്ചേ. ഈ ഒരു മെയ് 4 മുതൽ മെയ് 10 വരെയുള്ള സെക്കൻഡ് പാർട്ട് 2 സ്റ്റഡി പ്ലാൻ നിങ്ങളൊരു 5 മണിക്കൂർ പഠിക്കും. 4.5 എന്നുള്ളൊരു 5 മണിക്കൂർ ആക്കിക്കൂടെ? ആക്കാനൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല. ഈ 5 മണിക്കൂറിൽ എന്തൊക്കെ നിർബന്ധമായി ചെയ്യണം? നമ്മളെ സബ്ജക്ട്സ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന് സ്പെഷ്യൽ സ്ട്രെസ് കൊടുക്കണം. എന്നാൽ ബാക്കിയുള്ള സബ്ജക്ട്സിന് ടൈം കൊടുക്കണം. റിവിഷൻ ചെയ്യണം. നിങ്ങൾ റിവിഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതും നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 5 മണിക്കൂറിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഡെയിലി ഒരു 5 hours കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേ ആൻഡ് ഡേ മെയ് 4 മുതൽ മെയ് 10 വരെ ഡെയിലി 5 hours നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. കൂട്ടിക്കൂടി ഞാൻ ഈ 5 hours എന്നുള്ളത് മിനിമം ടൈമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞാനൊരു 5 മണിക്കൂർ മിനിമം പറഞ്ഞു. നിങ്ങൾക്ക് പരമാവധി എത്രയോ പഠിക്കാൻ പറ്റും അത്രയും നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മെയ് 4 മുതൽ മെയ് 10 വരെയുള്ള ആ പീരീഡിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കഴിഞ്ഞ വീക്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീക്ക് കൊണ്ടൊന്നും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് തീരില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വീക്കും കൂടെ ഞാൻ എന്ത് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഉൾപ്പെടുത്താം. ഈ വീക്കിൽ കുറച്ച് ടോപ്പിക്സ് കുറവാണ്. കാരണം വീക്ക് 1 ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെയുള്ള വീക്ക് 1-ൽ കുറച്ച് ടോപ്പിക്സ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടാവുമല്ലോ, അത് ഇവിടേക്ക് എടുക്കുക, ഇതിലേക്ക് എടുക്കുക, അതും പഠിക്കുക. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുക. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിങ്ങൾ ഈ ആഴ്ച നോക്കുക. ഈ മെയ് 4 മുതൽ 10 വരെയുള്ള പീരീഡിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ മെയിനായിട്ട് സോളാർ സിസ്റ്റംസിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് പ്ലാനറ്റ്സ് ആൻഡ് ദെയർ നിക് നെയിംസ്. ഇപ്പോൾ ഗ്രീൻ പ്ലാനറ്റ് ഏതാ, ബ്ലൂ പ്ലാനറ്റ് ഏതാ, റെഡ് പ്ലാനറ്റ് ഏതാ, സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു ഏരിയ. അപ്പോൾ സോളാർ സിസ്റ്റം പ്രധാനമായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് പ്ലാനറ്റ്സ്, അതിൻ്റെ നിക് നെയിംസ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുൻ വർഷങ്ങളിലൊക്കെ നാസ അതുപോലെ ISRO ഒക്കെ ലോഞ്ച് ചെയ്ത മെയിനായിട്ടുള്ള സാറ്റലൈറ്റ്സ്, അതായത് ഈ സ്പേസ് ഇതിൽ വന്നിട്ട് മേജർ ഡെവലപ്മെൻറ്റ്സ് ISRO, നാസ പോലെ അതുപോലെ മറ്റ് സ്പേസ് ഏജൻസീസ്, ഒരു 3-4 മെയിൻ സ്പേസ് ഏജൻസീസ് അവർ വിട്ട സാറ്റലൈറ്റുകൾ, അവർ സ്പേസ് ഏരിയയിൽ നടത്തിയ ഡെവലപ്മെൻറ്റ്, അതിനെപ്പറ്റി നിങ്ങൾ നോക്കി വയ്ക്കുക. അത് എന്ത് ചെയ്യുക, മെയിനായിട്ട് ചോദിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ കൺട്രീസ് ആൻഡ് ദെയർ ക്യാപിറ്റൽസ്. ഇപ്പോൾ ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ കൺട്രീസ് ഉണ്ട്, അതിൻ്റെ ക്യാപിറ്റൽസ് ഉണ്ട്. പരമാവധി ഫേമസ് ആയിട്ടുള്ള കൺട്രീസും അതിൻ്റെ ക്യാപിറ്റൽസും അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ കൺട്രീസ് ആൻഡ് ദെയർ കറൻസീസ്. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതിൻ്റെ ഇപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റുന്നതല്ല, പക്ഷേ മേജർ ആയിട്ടുള്ള കൺട്രീസും അതിൻ്റെ കറൻസീസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ജപ്പാൻ്റെ കറൻസി എന്താ, ചൈനയുടെ കറൻസി എന്താ, ഇപ്പോൾ പാകിസ്ഥാൻ്റെ കറൻസി എന്താ, ഇപ്പോൾ കുവൈറ്റ് ദിനാറാണ്. അതുപോലെ പ്രധാനമായിട്ട് കറൻസീസ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്
കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ സ്റ്റഡി പ്ലാനിന് കറണ്ട് അഫയേഴ്സ് ജാനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ്, ഈ വർഷത്തെ ജാനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മാത്സ് ഭാഗത്ത് നിങ്ങൾ പെറാനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾ നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക. അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കുക. ഈ 2 ടോപ്പിക്സ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ടോപ്പിക്ക് പഠിച്ച് കഴിയാത്തുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് എടുത്തിട്ട് അതും കൂടെ നോക്കുക. പിന്നെ ഇംഗ്ലീഷ് ഭാഗത്ത് വളരെ കുറച്ച് ടോപ്പിക്ക് ഈ ആഴ്ച തരുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച പഠിച്ച് തീരാത്തത് ഏത് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആഴ്ചയ്ക്ക് നിങ്ങൾ എടുത്ത് നോക്കുക. സ്റ്റഡി 100 ഇംഗ്ലീഷ് വേർഡ്സ് വിത്ത് കൺഫ്യൂഷൻ. നിങ്ങൾ ഡിക്ഷണറി എടുക്കുക, ഒരു 100 ഇംഗ്ലീഷ് വേർഡ്സ്, അത് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ഉള്ള ഒരു 100 ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കുക. അത് നോട്ട് ചെയ്ത് വെച്ച് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് ഭാഗത്ത് മെയ് 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ഭാഗം നിങ്ങൾ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഒരു 6 ദിവസമുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ഒരു 20 വാക്ക് 25 വാക്ക് വെച്ച് പഠിച്ചാൽ 100 എന്നുള്ളത് മിനിമം. ഇതൊക്കെ മിനിമം കണക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം വേർഡ്സ് പഠിക്കാൻ പറ്റും, അത്രയും വേർഡ്സ് നിങ്ങളുടെ ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ്. ഇനി അതുപോലെ തന്നെ ഇതെല്ലാം മെയ് 4 മുതൽ 9 വരെ സബ്ജക്ട് ടോപ്പിക്സ് പഠിക്കാനുള്ള ദിവസങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ മസ്റ്റായിട്ട് ചെയ്യണം. ഒരു ദിവസം കിടക്കുന്നതിന് മുന്നേ അന്നത്തെ ദിവസം പഠിച്ച് എന്തൊക്കെയാണ് ആ ടോപ്പിക്സ് റിവൈസ് ചെയ്തതിന് ശേഷം കിടക്കുക. അതുപോലെ തന്നെ അന്ന് പഠിച്ച ടോപ്പിക്സിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. മെയ് 10 എന്നുള്ള ദിവസം മോഡൽ എക്സാം ഡേ. അപ്പോൾ നിങ്ങളിപ്പോൾ 2 വീക്കായി ഇല്ലേ, മെയ് 26 മുതൽ മെയ് 3 വരെ. പിന്നെ അത് കഴിഞ്ഞ് വീക്കിലി സ്റ്റഡി പ്ലാൻ പാർട്ട് 2 മെയ് 4 മുതൽ മെയ് 10 വരെ. അപ്പോൾ ഏകദേശം 14 ഡേയ്സ് നിങ്ങൾ അത്യാവശ്യം വേണ്ടുവോളം സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡൽ എക്സാം പേപ്പർ നിങ്ങൾ എടുക്കുക, ടൈം സെറ്റ് ചെയ്യുക, ബുക്കൊക്കെ അടച്ചു വയ്ക്കുക, എന്നിട്ട് ഒരു എക്സാമിൻ്റെ മൂഡിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, ലീവ് ചെയ്യുക, കുഴപ്പമില്ല. അറിയുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ. അതൊരു എക്സാമിൻ്റെ ഒരു മൂഡിൽ കറക്റ്റ് സീരിയസ് ആയിട്ട് ചെയ്യുക. അപ്പം മെയ് 10 എന്ന് പറയുന്നത് മോഡൽ എക്സാം ഡേ. ടൈമൊക്കെ സെറ്റ് ചെയ്ത് ബുക്കൊക്കെ അടച്ചു വെച്ച് സീരിയസ് ആയിട്ടൊരു മോഡൽ എക്സാം പേപ്പർ നിങ്ങൾ അറ്റൻഡ്. അപ്പോൾ ആ മോഡൽ എക്സാമിൽ എന്തായാലും നിങ്ങൾ ഈ പഠിച്ച 2 ആഴ്ചയിലുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ പഠിക്കാത്ത ഭാഗങ്ങൾ, പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തോ, കുഴപ്പമില്ല. പഠിച്ച ചോദ്യങ്ങൾ ചെയ്യുക. അറിയാത്ത സാധനം അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അതിപ്പോഴേ അത് ട്രെയിൻ ചെയ്ത് പോവുക. അറിയുന്ന സാധനങ്ങൾ മാത്രം ആൻസർ ചെയ്താൽ മതി. അറിയാത്ത ഇനിയിപ്പോൾ ഒരു സാധനം നിങ്ങൾ പഠിച്ചു പക്ഷെ അത് ഓർമ്മയില്ല, അത് വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് ടൈം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മറച്ചു നോക്കി പഠിക്കുക. അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ സ്റ്റഡി റിവിഷൻ ഇത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഫോക്കസ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട. സബ്ജക്റ്റ് പഠിച്ചു എന്ന് വെച്ച് എക്സാമിന് എക്സൽ ചെയ്യണമെന്നില്ല. ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഒരു എക്സാമിന് പോകുന്ന മിനിമം ഒരു 5000 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഓക്കെ, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിൽ നമുക്ക് പെർഫോം ചെയ്യാനും ഒരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീക്കിലി സ്റ്റഡി പ്ലാൻ പാർട്ട് 2 വീഡിയോയിൽ പറയും. നമ്മൾ ഇനി പാർട്ട് 3 അടുത്തതൊക്കെ വരുന്നുണ്ട്. നമ്മൾ വേണ്ട ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് എനിക്ക് മനസ്സിലായി. കുറേ പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്. അപ്പോൾ ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.